ശ്രീഹല്ലി പോളം വലി 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 വലി. സോ ഇതേപോലെ ആരെങ്കിലും വഴി ചോദിച്ചു നമ്മൾ എങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുക? ഹൗ ഡു യു ഗിവ് ഡയറക്ഷൻസ് ഇൻ ഇംഗ്ലീഷ്? ഐ വിൽ ടെൽ യു. സോ വേർ ഇസ് ദ ബോൾ? The ball is in between two buildings. എന്തെങ്കിലും രണ്ട് സാധനത്തിന്റെ നടുക്കാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് പറയാം? In between എന്ന് പറയാം. അപ്പൊ അതിന് പകരമായിട്ട് പലരും among യൂസ് ചെയ്യുന്ന കേൾക്കാറുണ്ട്. among യൂസ് ചെയ്യാൻ പറ്റുമോ? No. among is used when രണ്ടിൽ കൂടുതൽ സാധനങ്ങളുടെ നടുക്കാണെങ്കിലാണ് നമ്മൾ among യൂസ് ചെയ്യുക. Okay. Next. Where is the ball now? The ball is next to the shop. Next to എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അടുത്താണെന്നാണ് അർത്ഥം. അതിന് പകരം വേറെ വേർഡ്സ് ഉണ്ടോ? ഉണ്ട്. You can say near the shop. The ball is near the shop എന്ന് പറയാം. അല്ലെങ്കിൽ the ball is beside the shop എന്ന് പറയാം. അപ്പൊ next to, beside, near എന്നൊക്കെ പറയുന്നത് അതിന്റെ അടുത്ത് നിന്നാണ്. ഇനി മുന്നിലാണെന്ന് എങ്ങനെ പറയാ? The ball is in front of the shop എന്ന് പറയാം. ഇനി ബാക്കിലാണെങ്കിലോ? The ball is behind the ഷോപ്പ് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ട് എന്ത് പറയാൻ പറ്റുക? ഡയറക്ഷൻസ് പറയാൻ പറ്റുക. ഇനി ആ വളവ് തന്നെ ഉണ്ടെന്ന് എങ്ങനെയാ പറയാ? The ball is right at the corner എന്ന് പറയാം. കോർണർ എന്ന് പറഞ്ഞാൽ എവിടെയാ? രണ്ട് റോഡ്സിന്റെ ഇന്റർസെക്ഷന്റെ ആംഗിളിനാണ് നമ്മൾ എന്ത് പറയാ? കോർണർ എന്ന് പറയാം. ഓക്കെ, സോ യു കെൻ സേ the ball is right around the corner എന്ന് പറയാം. So these are some basic ways to say the directions. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ഒരു പേഴ്സണൽ ട്രെയിനർ സഹായത്തോടു കൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഹൗസിന്റെ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിക്കാൻ വേണ്ടി സാധിക്കും. So click on the link below and join English House.